ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കോട്ടയം സ്റ്റൈലിലൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് ഇഞ്ചി, നീളത്തിലെ വെളുത്തുള്ളി, ഇഞ്ചി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളിയാണ് നല്ലത്. ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് വലിയ ഉള്ളി എടുത്തേക്കണം. ചെറിയ ഉള്ളിയാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. 4 പച്ചമുളക്, കരിവേപ്പില നല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വീഡിയോ എടുക്കുന്ന ആളിവിടെ ഇല്ല. അവൾ ഹോസ്പിറ്റലിൽ പോയിക്കാണ്. എൻ്റെ മരുമകളാണ് വീഡിയോ എടുക്കൽ. അവൾ ഹോസ്പിറ്റലിൽ പോയിക്കാണ്. അവൾ ഗർഭിണിയാണ്. അപ്പോൾ ഞാനിപ്പം ഒറ്റക്കാണ് എടുക്കണത്. അപ്പോൾ വോയിസ് കൊടുത്തിട്ടെടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ അവിടെ പ്രസവിച്ച് എടുക്കാൻ പോയാലും ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ട. അപ്പോൾ നമുക്ക് പഠിക്കാമല്ലോ. എല്ലാവരും വിശേഷങ്ങൾ. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി, 2 ടീസ്പൂണ് മല്ലി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇതൊക്കെ കൂടിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. വോയിസൊന്നും ശരിയല്ല, സൗണ്ട് ശരിയല്ല. കാരണം കൊണ്ട് തെറ്റൊക്കെ ഉണ്ടാവും പറയുന്നതിൽ. അതൊക്കെ ക്ഷമിക്കുക. പിന്നെ കുടംപുളിയാണ്. അത് നല്ലോണം നമ്മൾ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുക. കുടംപുളി തിളപ്പിച്ചതാണ് എൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ട് നല്ലോണം വറ്റിയിട്ട് വന്നിട്ട് മീൻ കൊടുക്കാം. തിളച്ചിട്ട് നമുക്ക് മീൻ കൊടുക്കാം. അയില മീനെ മേടിച്ചേക്കണം. അയിലപ്പാര എന്ന് പറയും, കണയനയില എന്ന് പറയും. അതാ തോന്നുന്നു മേടിച്ചിരിക്കുന്നത്. ഏത് മീനിനും വെക്കാം, നല്ല ടേസ്റ്റാണ്. നമ്മൾ കറിയൊക്കെ നല്ല വറ്റിയിട്ടുണ്ട്. ഉണ്ടാ, നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം തിളച്ചിട്ട് വേവട്ടെ. ഹായ്, മീൻകറി നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, മീനൊക്കെ നല്ല സെറ്റായിട്ട് നല്ല കുറിയ ചാറ്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സിമ്മാക്കി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അതിലേക്ക് നമ്മളിഞ്ഞ് കുറച്ച് ഉലുവ പൊടിച്ചത്, കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം നമ്മൾ ചട്ടിയായിട്ട് ചിറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഓഫാക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ട് എടുത്ത് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.